ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും കാർത്തീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2000 മുതൽ 2021 വരെ PSC ചോദിച്ച എക്കണോമിക്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. PSC പഠനത്തിന്റെ ബേസ് എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കണം. ഇനി അങ്ങോട്ടുള്ള എല്ലാ PSC പരീക്ഷകൾക്കും എക്കണോമിക്സിൽ നിന്നും 5 മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. സോ ആ 5 മാർക്കും ഉറപ്പാക്കണമെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ PSCയുടെ എല്ലാ ടോപ്പിക്കിലെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ക്വസ്റ്റ്യൻസ്. സമ്പത്തിനെ പറ്റിയുള്ള പഠനശാഖ ഏതു പേരിൽ അറിയപ്പെടുന്നു? അഫ്നോളജി. സമ്പത്തിനെ പറ്റിയുള്ള പഠനശാഖ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അഫ്നോളജി. 1944 ബോംബെ പ്ലാനിനു നേതൃത്വം നൽകിയ വ്യവസായികളിൽ പ്രമുഖർ ടാറ്റയും ബിർളയുമാണ്. 1944 ബോംബെ പ്ലാനിനു നേതൃത്വം നൽകിയ വ്യവസായികൾ പ്രമുഖർ ആരൊക്കെയാണ്? ടാറ്റയും ബിർളയും. 1945 8 പ്രമുഖ വ്യവസായികൾ മുന്നോട്ട് വെച്ച സാമ്പത്തിക സൂത്രം ബോംബെ പ്ലാൻ. 1945 8 പ്രമുഖ വ്യവസായികൾ മുന്നോട്ട് വെച്ച സാമ്പത്തിക സൂത്രം എന്താണ്? ബോംബെ പ്ലാൻ. ഗാഡ്ഗിൽ ഫോർമുല എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധം. ഗാഡ്ഗിൽ ഫോർമുല എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധം. ഇന്ത്യയുടെ കറൻസി രൂപ. ഇന്ത്യയുടെ കറൻസി എന്താണ്? രൂപ. ദേശീയ ആസൂത്രണ കമ്മീഷന്റെ മുന്നോടിയായി ജയപ്രകാശ് നാരായണൻ 1950 മുന്നോട്ട് വെച്ച ആശയം അറിയപ്പെടുന്നത് സർവോദയ പ്ലാൻ. ദേശീയ ആസൂത്രണ കമ്മീഷന്റെ മുന്നോടിയായി ജയപ്രകാശ് നാരായണൻ 1950 മുന്നോട്ട് വെച്ച ആശയം അറിയപ്പെടുന്നത് എന്തെന്നാണ്? സർവോദയ പ്ലാൻ. ഏത് പഞ്ചവത്സരി പദ്ധതി കാലത്താണ് ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഉയർന്നത്? 5ാം പദ്ധതി. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഉയർന്നത്? 5ാം പഞ്ചവത്സര പദ്ധതി. PSC മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ പഠിക്കണം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ്? 1951. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം 2001. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്? 2001. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദ. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം കൊടുക്കുന്നത് ആര്? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം കൊടുത്തിരുന്നത് ആരായിരുന്നു? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങിയത് ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങിയത് ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യയിൽ ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്ന വർഷങ്ങൾ 1969, 1980. ഇന്ത്യയിൽ ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്ന വർഷങ്ങളാണ് 1969, 1980. ഇന്ദിരാഗാന്ധി ബാങ്കുകൾ ആദ്യമായി ദേശസാൽക്കരിച്ച വർഷം 1969. ഇന്ദിരാഗാന്ധി ബാങ്കുകൾ ആദ്യമായി ദേശസാൽക്കരിച്ച വർഷം എന്നാണ്? 1969. ജീവനക്കാരില്ലാത്ത ചെറിയ ബാങ്ക് എന്ന് വിശേഷിപ്പിക്കാവുന്നത് എന്തിനെയാണ്? ATM-നെയാണ്. ജീവനക്കാരില്ലാത്ത ചെറിയ ബാങ്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ATM. ഇന്ത്യയിൽ ആദ്യമായി ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ആദ്യമായി ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധി. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നടപ്പാക്കിയ വർഷം 1949. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നടപ്പിലാക്കിയ വർഷമാണ് 1949. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യ ബാങ്ക് ഹിന്ദുസ്ഥാൻ ബാങ്ക്. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യ ബാങ്ക് ഏതാണ്? ഹിന്ദുസ്ഥാൻ ബാങ്ക്. 10ാം പഞ്ചവത്സര പദ്ധതി ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ്? 2002 മുതൽ 2007 വരെയാണ്. 10ാം പഞ്ചവത്സര പദ്ധതി ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ്? 2002, 2007. 5ാം ഉൽപാദക ഘടകമായി കണക്കാക്കുന്നത് ബാങ്കിനെയാണ്. 5ാം ഉൽപാദക ഘടകമായി കണക്കാക്കുന്നത് എന്തിനെയാണ്? ബാങ്ക്. 2002 മുതൽ 2007 വരെ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി നേരത്തെ നമ്മൾ പറഞ്ഞു, ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതി.
2002 മുതൽ 2007 വരെ നടപ്പാക്കിയ പദ്ധതിയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. 6ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 6ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ജനകീയ ആസൂത്രണം എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിരുന്നു? 9ാം പദ്ധതിയുടെ. ജനകീയ ആസൂത്രണം എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിരുന്നു? 9ാം പദ്ധതി. കേന്ദ്ര ആസൂത്രണ കമ്മീഷനു പകരം നിലവിൽ വന്നത് എന്താണ്? നീതി ആയോഗ്. കേന്ദ്ര ആസൂത്രണ കമ്മീഷനു പകരം വന്നത് എന്താണ്? നീതി ആയോഗ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? എം വിശ്വേശ്വരയ്യ. പ്ലാൻഡ് എക്കോണമി ഓഫ് ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ഡോക്ടർ എം വിശ്വേശ്വരയ്യയുടേതാണ്. പ്ലാൻഡ് എക്കോണമി ഓഫ് ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ഡോക്ടർ എം വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിനെ തന്നെയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും. എഞ്ചിനീയേഴ്സ് ഡേ ആഘോഷിക്കുന്നത് ആരുടെ പേരിലാണ്? എം വിശ്വേശ്വരയ്യ. എഞ്ചിനീയേഴ്സ് ഡേ ആഘോഷിക്കുന്നത് ആരുടെ പേരിലാണ്? എം വിശ്വേശ്വരയ്യ. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ? ഇന്ത്യൻ ആസൂത്രണത്തെ പിതാവ്, പ്ലാൻഡ് എക്കോണമി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതി. എഞ്ചിനീയേഴ്സ് ഡേ ആഘോഷിക്കുന്നത് ആരുടെ പേരിലാണ്? എം വിശ്വേശ്വരയ്യ. ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് ദേശസാൽക്കരിച്ചത് എന്ന്? 1956. ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് ദേശസാൽക്കരിച്ചത് എന്നാണ്? 1956. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ബോംബെ ആണ്. ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ബോംബെ. ദലാൽ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ബോംബെയിലാണ്. ദലാൽ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബോംബെ. ബുൾ മാർക്കറ്റ് എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓഹരി വിപണി. ബുൾ മാർക്കറ്റ് എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓഹരി വിപണി. ഇന്ത്യയിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇന്ത്യയിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? മുംബൈ. നാണയപ്പെരുപ്പത്തിന് കാരണമാകുന്നത്? ചെലവും പണത്തിന്റെ ലഭ്യതയും കൂടുന്നത്. നാണയപ്പെരുപ്പത്തിന് കാരണമാകുന്നത് എന്താണ്? ചെലവും പണത്തിന്റെ ലഭ്യതയും കൂടുന്നത്. കറൻസിയുടെ ഡീവാലുവേഷൻ ആർക്കാണ് ഗുണം ചെയ്യുന്നത്? കയറ്റുമതിക്കാർക്ക്. കറൻസിയുടെ ഡീവാലുവേഷൻ ആർക്കാണ് ഗുണം ചെയ്യുന്നത്? കയറ്റുമതിക്കാർക്ക്. ഇന്ത്യയുടെ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? നാസിക്. ഇന്ത്യയുടെ സെക്യൂരിറ്റി പ്രസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നാസിക്. ഭാരതത്തിന്റെ 1 രൂപ മുതൽ 10 രൂപ വരെയുള്ള നോട്ടുകൾ അച്ചടിക്കുന്നത് എവിടെയാണ്? നാസിക്. ഭാരതത്തിന്റെ 1 രൂപ മുതൽ 10 രൂപ വരെയുള്ള നോട്ടുകൾ അച്ചടിക്കുന്നത് എവിടെയാണ്? നാസിക്. 1 രൂപ നോട്ടടിക്കുന്ന സ്ഥാപനം കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. 1 രൂപ നോട്ടടിക്കുന്ന സ്ഥാപനം ഏതാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പ്. 2010-15 കാലഘട്ടത്തിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വിജയ് എൽ കേൽക്കർ. 2010-2015 കാലഘട്ടത്തിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വിജയ് കേൽക്കർ. ഇന്ത്യയിൽ കറൻസി അച്ചടിക്കാൻ അധികാരമുള്ള ഏക ബാങ്കാണ് റിസർവ് ബാങ്ക്. ഇന്ത്യയിൽ കറൻസി അച്ചടിക്കാൻ അധികാരമുള്ള ഏക ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക്. ഇന്ത്യൻ രൂപയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലഭിച്ച ചിഹ്നം ഉണ്ടായത് ഏത് വർഷം? 2010. ഇന്ത്യൻ രൂപയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലഭിച്ച ചിഹ്നം ഉണ്ടായത് ഏത് വർഷമാണ്? 2010. ഇന്ത്യൻ കറൻസിയായ രൂപയുടെ അടയാളം രൂപകൽപ്പന ചെയ്തത് ആര്? ഡി ഉദയകുമാർ. PSC ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഇന്ത്യൻ കറൻസിയായ രൂപയുടെ അടയാളം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഡി ഉദയകുമാർ. കറൻസി ചിഹ്നം ഏർപ്പെടുത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 5ാമത്തെ. കറൻസി ചിഹ്നം ഏർപ്പെടുത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 5. ഇന്ത്യൻ കറൻസിയിൽ ആരുടെ ഒപ്പാണ് കാണുക? റിസർവ് ബാങ്ക് ഗവർണർ. ഇന്ത്യൻ കറൻസിയിൽ ആരുടെ ഒപ്പാണ് കാണുക? റിസർവ് ബാങ്ക് ഗവർണർ. 10 രൂപ നോട്ടിൽ ആരുടെ ഒപ്പാണ് കാണുന്നത്? റിസർവ് ബാങ്ക് ഗവർണർ. 10 രൂപ നോട്ടിലും ആരുടെ ഒപ്പാണ് കാണുന്നത്? റിസർവ് ബാങ്ക് ഗവർണർ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ ലക്ഷ്യമായി പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? 5ാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ ലക്ഷ്യമായി പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5ാം പദ്ധതി. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്? റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? റിസർവ് ബാങ്ക്. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ ആരാണ്? മൊണ്ടേക് സിംഗ് അലുവാലിയ.
ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷനാരാണ്? മൊണ്ടേക് സിംഗ് അലുവാലിയ. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷനാരാണ്? മുഖ്യമന്ത്രിയായിരിക്കും. ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുക ദേശീയ വരുമാനം. ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുകയെ എന്താണ് പറയുക? ദേശീയ വരുമാനം. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം 1966 മുതൽ 69 വരെയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം എപ്പോഴാണ്? 1966, 1969 വരെ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏത്? 2012 മുതൽ 2017 വരെ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എപ്പോഴാണ്? 2012 മുതൽ 2017 വരെ. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി 11ാം പഞ്ചവത്സര പദ്ധതി. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതി. 11ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടുന്ന വളർച്ചാ നിരക്ക് 9%. 11ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിടുന്ന വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 9%. ഇന്ത്യയുടെ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007 മുതൽ 2012 വരെയാണ്. ഇന്ത്യയുടെ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എപ്പോഴൊക്കെയായിരുന്നു? 2007 മുതൽ 2012 വരെ. വീട്ടുനികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വിഭാഗം വിമുക്ത ഭടന്മാരാണ്. വീട്ടുനികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വിഭാഗമാണ് വിമുക്ത ഭടന്മാർ. നികുതി ഷീട്ട് ആവശ്യമായി വരുന്നിടങ്ങളിൽ ഹാജരാക്കാറുള്ളത് ഏതുതരം നികുതി അടച്ചതിന്റെ രസീതാണ്? ഭൂനികുതി. നികുതി ഷീട്ട് ആവശ്യമായി വരുന്നിടങ്ങളിൽ ഹാജരാക്കാറുള്ളത് ഏതുതരം നികുതി അടച്ചതിന്റെ രസീതാണ്? ഭൂനികുതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതി വിനോദ നികുതി. വിനോദ നികുതി ആരാണ് പിരിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലേക്ക് 40% സംഭാവന ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? മഹാരാഷ്ട്രയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലേക്ക് 40% സംഭാവന ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. റിപ്പോ നിരക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്കുകൾ എടുക്കുന്ന വായ്പയുടെ പലിശ. റിപ്പോ നിരക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്കുകൾ എടുക്കുന്ന വായ്പയുടെ പലിശയാണ് റിപ്പോ നിരക്ക്. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കിന്റെ ആദ്യത്തെ പേര് ഇംപീരിയൽ ബാങ്ക്. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കിന്റെ ആദ്യത്തെ പേരെന്താണ്? ഇംപീരിയൽ ബാങ്ക്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിനെ ദേശസാൽക്കരിച്ച വർഷം 1955. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിനെ ദേശസാൽക്കരിച്ച വർഷം എന്നാണ്? 1955. വിദേശത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിദേശത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദേശസാൽക്കരിച്ചതിനു ശേഷം ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരെന്ത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദേശസാൽക്കരിച്ചതിനു ശേഷം ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരെന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്നാണ് ദേശസാൽക്കരിച്ചത്? 1955. പുരാതന ഇന്ത്യയിൽ ഗംഗാ സമതലത്തിലെ വ്യാപാരികൾ രൂപീകരിച്ച വാണിജ്യ സംഘടനയുടെ പേരെന്ത്? ശ്രേണികൾ. പുരാതന ഇന്ത്യയിൽ ഗംഗാ സമതലത്തിലെ വ്യാപാരികൾ രൂപീകരിച്ച വാണിജ്യ സംഘടനയുടെ പേരെന്താണ്? ശ്രേണികൾ. ഇന്ത്യ ഗവൺമെന്റ് പദ്ധതിയായ ജിയാന്റെ പൂർണ്ണ രൂപം? ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓഫ് അക്കാദമിക് നെറ്റ്വർക്ക്സ്. ഇന്ത്യ ഗവൺമെന്റ് പദ്ധതിയായ ജിയാൻ, GIAN, ജിയാന്റെ പൂർണ്ണ രൂപം എന്താണ്? ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓഫ് അക്കാദമിക് നെറ്റ്വർക്ക്സ്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഇന്ത്യയിലെ ദേശീയ ബാങ്ക് നബാർഡ്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഇന്ത്യയിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നു? മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നു? മിശ്ര സമ്പദ് വ്യവസ്ഥ. ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമും ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 1ാം പഞ്ചവത്സര പദ്ധതി. ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമും ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 1ാം പഞ്ചവത്സര പദ്ധതി.
ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ പ്രധാന മേഖലകൾ കൃഷി, ജലസേചനം. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ പ്രധാന മേഖലകൾ ഏതൊക്കെയാണ്? കൃഷിയും ജലസേചനവും. CDS കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി ഏത് സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്? കുടുംബശ്രീ. CDS കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി ഏത് സംവിധാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുടുംബശ്രീ. വാറ്റ് എന്ന പേരിൽ വിൽപ്പന നികുതി ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഏർപ്പെടുത്തിയ വർഷം? 2005. വാറ്റ് എന്ന പേരിൽ വിൽപ്പന നികുതി ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഏർപ്പെടുത്തിയ വർഷം എന്നാണ്? 2005. ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കമിട്ട കേന്ദ്രമന്ത്രി മൻമോഹൻ സിംഗ്. ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കമിട്ട കേന്ദ്രമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ്. റിസർവ് ബാങ്കിന്റെ ഗവർണർ പദവിയിൽ സേവനം ചെയ്യുകയും പിന്നീട് പ്രധാനമന്ത്രിയാവുകയും ചെയ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആര്? മൻമോഹൻ സിംഗ്. റിസർവ് ബാങ്കിന്റെ ഗവർണർ പദവിയിൽ സേവനം ചെയ്യുകയും പിന്നീട് പ്രധാനമന്ത്രിയാവുകയും ചെയ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? മൻമോഹൻ സിംഗ്. ഇന്ത്യയിൽ ഏത് ധനകാര്യ സ്ഥാപനമാണ് വായ്പാ പണം പ്രദാനത്തെ നിയന്ത്രിക്കുന്നത്? റിസർവ് ബാങ്ക്. ഇന്ത്യയിൽ ഏത് ധനകാര്യ സ്ഥാപനമാണ് വായ്പാ പണം പ്രദാനത്തെ നിയന്ത്രിക്കുന്നത്? റിസർവ് ബാങ്ക്. 1926 റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യ കറൻസി ആൻഡ് ഫിനാൻസ് പ്രകാരം നിലവിൽ വന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ആര്? സർ CD ദേശ്മുഖ്. കമ്മീഷൻ എന്നാണ് വന്നത്? 1926 റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് പ്രകാരം ഇന്ത്യയിൽ വന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആരാണ്? CD ദേശ്മുഖ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് നിലവിൽ വന്നത് എന്നാണ്? 1935 ഏപ്രിൽ 1. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് നിലവിൽ വന്നത് എന്നാണ്? 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് നിർമ്മാണം ആരംഭിച്ച വർഷം? 1938. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് നിർമ്മാണം ആരംഭിച്ച വർഷം എന്നാണ്? 1938. ജനങ്ങളുമായി പണമിടപാട് നേരിട്ട് നടത്താത്ത ബാങ്ക്? റിസർവ് ബാങ്ക്. ജനങ്ങളുമായി പണമിടപാട് നേരിട്ട് നടത്താത്ത ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക്. ഇന്ത്യയിലെ കേന്ദ്രീയ ബാങ്കിന്റെ പേര്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ കേന്ദ്രീയ ബാങ്കിന്റെ പേരെന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. RBIയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നതും എന്തിനെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെയാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 1. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 1. നബാർഡ് രൂപവൽക്കരിക്കപ്പെട്ട വർഷം? 1982. നബാർഡ് രൂപവൽക്കരിക്കപ്പെട്ട വർഷം എന്നാണ്? 1982. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ബാങ്ക് ഏത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. വ്യവസായ പുരോഗതിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത്? 2. വ്യവസായ പുരോഗതിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 2. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ചത് ഇന്ത്യയുടെ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ചത് ഇന്ത്യയുടെ 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഓർത്തുവെക്കണം. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ആരംഭത്തിൽ ഇന്ത്യയുടെ ജനസംഖ്യയിൽ 35.97% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്ന് കണ്ടെത്തിയ കമ്മിറ്റി ഏതാണ്? ലക്കഡവാല കമ്മിറ്റി. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ആരംഭത്തിൽ ഇന്ത്യയുടെ ജനസംഖ്യയിൽ 35.97% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്ന് കണ്ടെത്തിയ കമ്മിറ്റി ഏതാണ്? ലക്കഡവാല കമ്മിറ്റി. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത്? മുഹമ്മദ് യൂനുസ്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? മുഹമ്മദ് യൂനുസ്. ഇന്ത്യയുടെ 10ാം പഞ്ചവത്സര പദ്ധതിയിൽ സ്ത്രീ ശാക്തീകരണമാണ് മുഖ്യ വിഷയമായി എടുത്തിരിക്കുന്നത്. ഇതിന് കാരണം എന്ത്? 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയാണ്. ഇന്ത്യയുടെ 10ാം പഞ്ചവത്സര പദ്ധതിയിൽ സ്ത്രീ ശാക്തീകരണമാണ് മുഖ്യ വിഷയമായി എടുത്തിരിക്കുന്നത്. ഇതിന് കാരണം എന്താണ്? 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? 9. അങ്ങനെയാണ് PSCയുടെ ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയ പഞ്ചവത്സര പദ്ധതി 9. പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം? 1950. പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം എന്നാണ്?
1950. ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? യോജനാ ഭവൻ. ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? യോജനാ ഭവൻ. 1956 തുടങ്ങിയ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഇന്ത്യ പ്രാമുഖ്യം നൽകിയ വിഭാഗം വ്യവസായ വളർച്ചയ്ക്കാണ്. 1956 തുടങ്ങിയ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഇന്ത്യ പ്രാമുഖ്യം നൽകിയ വിഭാഗം ഏതാണ്? വ്യവസായ വളർച്ച. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതി. 2012 ആരംഭിച്ച് 2017 അവസാനിപ്പിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ത്? സുസ്ഥിര വികസനമാണ്. 2012 ആരംഭിച്ച് 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? സുസ്ഥിര വികസനം. നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിന്റെ പേരെന്ത്? നീതി ആയോഗ്. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിന്റെ പേരെന്താണ്? നീതി ആയോഗ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 500, 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2016 നവംബർ 8. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 500 രൂപ, 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2016 നവംബർ 8. ഉപഭോക്താക്കളുടെ സേവനം വർദ്ധിപ്പിക്കാനായി അടുത്തിടെ കുംഭകോണത്തെ സിറ്റി യൂണിയൻ ബാങ്ക് ആരംഭിച്ച റോബോട്ടിന്റെ പേര്? ലക്ഷ്മി. അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഉപഭോക്താക്കളുടെ സേവനം വർദ്ധിപ്പിക്കാനായി അടുത്തിടെ കുംഭകോണത്തെ സിറ്റി യൂണിയൻ ബാങ്ക് ആരംഭിച്ച പുതിയ റോബോട്ടിന്റെ പേരെന്താണ്? ലക്ഷ്മി. ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് HDFC ആണ്. ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണ്? HDFC. ഗാന്ധിയൻ സാമ്പത്തിക വിദഗ്ധനാര്? കുമരപ്പയാണ്. ഗാന്ധിയൻ സാമ്പത്തിക വിദഗ്ധനാണ് കുമരപ്പ. ഇന്ത്യൻ ഗവൺമെന്റ് സ്ത്രീ ശാക്തീകരണത്തിനായി പൂർണ്ണശക്തി ദൗത്യം ആരംഭിച്ച വർഷം? 2010. ഇന്ത്യ ഗവൺമെന്റ് സ്ത്രീ ശാക്തീകരണത്തിനായി പൂർണ്ണശക്തി ദൗത്യം ആരംഭിച്ച വർഷം എന്നാണ്? 2010. ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ബാങ്ക് ഏത്? കാനറ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ബാങ്കാണ് കാനറ ബാങ്ക്. ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ബാങ്ക് HDFC ആണ്. ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി മൽഹോത്ര കമ്മിറ്റിയാണ്. ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ്? മൽഹോത്ര കമ്മിറ്റി. ഏത് പഞ്ചവത്സര പദ്ധതിയെയാണ് ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നത്? 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഏത് പഞ്ചവത്സര പദ്ധതിയെയാണ് ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നത്? 4ാം പഞ്ചവത്സര പദ്ധതി. റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്നത് എന്നാണ്? 1975. റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്നത് എന്നാണ്? 1975. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചാ നിരക്ക് എത്രയാണ്? 8%. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചാ നിരക്ക് എത്രയാണ്? 8%. റിസർവ് ബാങ്ക് ഗവർണറുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. റിസർവ് ബാങ്ക് ഗവർണറുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷം. മത്സ്യബന്ധനം ഏതു മേഖലയിൽ ഉൾപ്പെടുന്നു? പ്രാഥമിക മേഖലയിലാണ്. മത്സ്യബന്ധനം ഏതു മേഖലയിലാണ് ഉൾപ്പെടുന്നത്? പ്രാഥമിക മേഖല. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 5. ഇന്ത്യയുടെ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1. ഇന്ത്യയുടെ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചതെന്നാണ്? 1951 ഏപ്രിൽ 1. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? 9ാം പഞ്ചവത്സര പദ്ധതി. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? 9ാം പഞ്ചവത്സര പദ്ധതി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിന്റെ ചുരുക്കപ്പേരെന്താണ്? നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിന്റെ ചുരുക്കപ്പേരെന്താണ്? നീതി ആയോഗ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് പദ്ധതി കാലയളവിലാണ്? 3ാം പദ്ധതി കാലത്താണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് പദ്ധതി കാലയളവിലാണ്? 3ാം പദ്ധതി കാലത്ത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഭാരതീയൻ? അമർത്യ സെൻ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഭാരതീയൻ ആരാണ്? അമർത്യ സെൻ. മുദ്രാ ബാങ്കിന്റെ ലക്ഷ്യം എന്താണ്? ചെറുകിട വായ്പകൾ നൽകുക. മുദ്രാ ബാങ്കിന്റെ ലക്ഷ്യം എന്താണ്?
ചെറുകിട വായ്പകൾ നൽകുക. GST ബ്രാൻഡ് അംബാസിഡർ ആരാണ്? അമിതാഭ് ബച്ചനാണ്. GST ബ്രാൻഡ് അംബാസിഡർ ആരാണ്? അമിതാഭ് ബച്ചൻ. ഇന്ത്യ നടപ്പാക്കിയ പഞ്ചവത്സര പദ്ധതികളുടെ എണ്ണം 12 എണ്ണമാണ്. ഇന്ത്യ നടപ്പാക്കിയ പഞ്ചവത്സര പദ്ധതികളുടെ എണ്ണം എത്രയാണ്? 12. ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാണയം. ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാണയം. ചരക്ക് സേവന നികുതി ബിൽ പാർലമെന്റ് പാസാക്കിയ വർഷം 2016 ഓഗസ്റ്റിലാണ്. ചരക്ക് സേവന നികുതി ബിൽ പാർലമെന്റ് പാസാക്കിയതെന്നാണ്? 2016 ഓഗസ്റ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചതെന്നാണ്? 1818. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചതെന്നാണ്? 1818. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. 2015 ING വൈശ്യ ബാങ്കിനെ ഏറ്റെടുത്ത ബാങ്ക് ഏത്? കോടക് മഹീന്ദ്ര ബാങ്ക് ആണ്. 2015 ING വൈശ്യ ബാങ്കിനെ ഏറ്റെടുത്ത ബാങ്ക് ഏതാണ്? കോടക് മഹീന്ദ്ര ബാങ്ക്. GSTയുടെ പൂർണ്ണരൂപം? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. GSTയുടെ പൂർണ്ണരൂപം എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. കറൻസിയേതര പണക്കൈമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറാക്കിയിരിക്കുന്ന മൊബൈൽ ആപ്പ് ഏത്? ഭാരത് ഇന്റർഫേസ് ഫോർ മണി. കറൻസിയേതര പണക്കൈമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറാക്കിയിരിക്കുന്ന മൊബൈൽ ആപ്പ് ഏതാണ്? ഭാരത് ഇന്റർഫേസ് ഫോർ മണി. കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ 14444. കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ എന്താണ്? 14444. GSTയുടെ സാധാരണ നിരക്ക് എത്ര ശതമാനമാണ്? 18. GSTയുടെ സാധാരണ നിരക്ക് ഏതാണ്? 18%. വാഹനങ്ങൾക്ക് ഒറ്റത്തവണ നികുതി അടയ്ക്കുന്നതിന് സൗകര്യം നൽകുന്നത് എത്ര വർഷത്തേക്കാണ്? 15 വർഷം. വാഹനങ്ങൾക്ക് ഒറ്റത്തവണ നികുതി അടയ്ക്കുന്നതിന് സൗകര്യം നൽകുന്നത് എത്ര വർഷത്തേക്കാണ്? 15 വർഷം. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്ന സമയം എപ്പോഴാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പുതിയ പേര്? നീതി ആയോഗ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പുതിയ പേരെന്താണ്? നീതി ആയോഗ്. ഡിജിറ്റൽ കറൻസിക്ക് പറയുന്ന പേര്? ബിറ്റ് കോയിൻ. ഡിജിറ്റൽ കറൻസിക്ക് പറയുന്ന പേരെന്താണ്? ബിറ്റ് കോയിൻ. ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ ബാങ്ക് ഏത്? ചാർട്ടേഡ് ബാങ്ക് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ ബാങ്ക് ഏതാണ്? ചാർട്ടേഡ് ബാങ്ക്. 1 രൂപ കറൻസി നോട്ടിൽ ഒപ്പിടുന്നതാര്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആണ്. 1 രൂപ കറൻസി നോട്ടിൽ ഒപ്പിടുന്നതാരാണ്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറി. നീതി ആയോഗ് നിലവിൽ വന്നതെന്നാണ്? 2015 ജനുവരി 1. നീതി ആയോഗ് നിലവിൽ വന്നതെന്നാണ്? 2015 ജനുവരി 1. നികുതിയുടെ മേൽ ചുമത്തുന്ന അധിക നികുതിക്ക് പറയുന്ന പേരെന്ത്? സർചാർജ്. നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിക്ക് പറയുന്ന പേരെന്താണ്? സർചാർജ്. LICയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. LICയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബാങ്കുകളുടെ ആദ്യ ദേശസാൽക്കരണം നടന്നത്? 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബാങ്കുകളുടെ ആദ്യ ദേശസാൽക്കരണം നടന്നത്? 4ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് എന്തിന്റെ മുദ്രാവാക്യമാണ്? മഹിളാ ബാങ്കിന്റെയാണ്. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏതിന്റെ മുദ്രാവാക്യമാണ്? മഹിളാ ബാങ്ക്. ദേശീയ ഉപഭോക്തൃ ദിനമെന്ന് ഡിസംബർ 24. ദേശീയ ഉപഭോക്തൃ ദിനമെന്നാണ് ഡിസംബർ 24. ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന്? 1986. ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്നാണ്? 1986. ഇന്ത്യയിൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളുടെ നിയന്ത്രകനായി പ്രവർത്തിക്കുന്നത് സെബിയാണ്. ഇന്ത്യയിൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളുടെ നിയന്ത്രകനായി പ്രവർത്തിക്കുന്നത് ആരാണ്? സെബി. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ നിയന്ത്രകനും സെബി തന്നെയാണ്. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് നിയന്ത്രകൻ ആരാണ്? സെബി. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ നക്കൽ തയ്യാറാക്കിയത് ആരാണ്? KN രാജാണ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ നക്കൽ തയ്യാറാക്കിയത് ആരാണ്?
KN രാജ്. ഇന്ത്യയിൽ ഫിസ്ക്കൽ പോളിസി കണക്കാക്കുന്ന സ്ഥാപനം ധനകാര്യ മന്ത്രാലയമാണ്. ഇന്ത്യയിൽ ഫിസ്ക്കൽ പോളിസി കണക്കാക്കുന്ന സ്ഥാപനം ഏതാണ്? ധനകാര്യ മന്ത്രാലയം. ഇന്ദ്രധനുഷ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാങ്കിംഗ് പരിഷ്കരണം. ഇന്ദ്രധനുഷ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാങ്കിംഗ് പരിഷ്കരണം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പൊതുമേഖലാ ബാങ്ക് അലഹബാദ് ബാങ്ക് ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പൊതുമേഖലാ ബാങ്ക് ഏതാണ്? അലഹബാദ് ബാങ്ക്. ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയിലാണ്. ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹി. നീതി ആയോഗിന്റെ ആദ്യ ചെയർമാൻ നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ ആദ്യ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദി. ഗവൺമെന്റ് മേൽനോട്ടത്തിലുള്ള മൂലധന നിക്ഷേപത്തിലൂടെ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്നത് സോഷ്യലിസം. എന്താണ് സോഷ്യലിസം? ഗവൺമെന്റ് മേൽനോട്ടത്തിലുള്ള മൂലധന നിക്ഷേപത്തിലൂടെ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്നതാണ് സോഷ്യലിസം. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പ്രധാനമായും എത്ര രീതികളാണ് അവലംബിച്ചിരിക്കുന്നത്? 3 രീതികൾ. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പ്രധാനമായും എത്ര രീതികളാണുള്ളത്? 3 രീതികൾ. GST നിലവിൽ വന്നത് എപ്പോൾ? 2017 ജൂലൈ 1-നാണ്. GST നിലവിൽ വന്നത് എന്നാണ്? 2017 ജൂലൈ 1. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം അല്ലെങ്കിൽ ആദ്യ നിയമസഭ അസമാണ്. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം അല്ലെങ്കിൽ ആദ്യത്തെ നിയമസഭ ഏതാണ്? അസം. വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? ദ്വിതീയ മേഖലയിലാണ്. വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? ദ്വിതീയ മേഖല. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതി ഏത്? സെസ് ആണ്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതി എന്താണ്? സെസ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം ഇബ്രാഹിംപൂർ ആണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം എന്താണ്? ഇബ്രാഹിംപൂർ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് ബാങ്ക് അലഹബാദ് ബാങ്ക് ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് ബാങ്ക് ഏതാണ്? അലഹബാദ് ബാങ്ക്. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി സ്ഥാപിതമായ വർഷം 1938. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി സ്ഥാപിതമായ വർഷം എന്നാണ്? 1938. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് പൂർത്തിയാകുന്നതിന് 1 വർഷം മുമ്പ് അവസാനിപ്പിച്ചത്? 5ാം പദ്ധതിയാണ്. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് പൂർത്തിയാകുന്നതിന് 1 വർഷം മുമ്പ് അവസാനിപ്പിച്ചത്? 5. അപ്പോൾ ഇതൊക്കെയായിരുന്നു PSCയുടെ മുൻകാല വർഷ ചോദ്യങ്ങൾ. എല്ലാ ക്വസ്റ്റ്യൻസും മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. സോ നന്നായിട്ട് പഠിക്കണം. ഇനി അടുത്ത ടോപ്പിക്കും അവയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെയും ക്ലാസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്